ജീവിതത്തിൽ നമ്മൾ പങ്കുവെക്കും തോറും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സമ്പത്ത്, 2 കഴിവുകൾ, 3 അറിവുകൾ. ഈ 3 കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നതോടൊപ്പം നമ്മുടെയും ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. ഒന്നാമതായി, സമ്പത്ത് നമ്മൾ ദരിദ്രരുമായി പങ്കുവെച്ചാൽ അത് തീർച്ചയായും അവർക്ക് അനുഗ്രഹമാകുന്നതോടൊപ്പം നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും. സമ്പത്ത് എന്ന് പറയുന്നത് ഇന്നലെ മറ്റൊരാളുടെ കയ്യിലിരുന്നതാണ്. അതിന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്നു, നാളെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കും. ഇതാണ് സമ്പത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ദൈവം നമുക്ക് ദാനമായി നൽകിയ സമ്പത്ത് നമ്മൾ ദരിദ്രരുമായി പങ്കുവെക്കുമ്പോൾ നമ്മുടെയും ജീവിതം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. രണ്ടാമതായി, കഴിവുകൾ. നമുക്കറിയാം ദൈവം നമുക്ക് ഒത്തിരിയേറെ കഴിവുകൾ നൽകിയിട്ടുണ്ട്. കഴിവുകളില്ലാത്ത നമ്മുടെ ചുറ്റുപാടും ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. ദൈവം നമുക്ക് കഴിവുകൾ നൽകിയിരിക്കുന്നത് മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കുവാനും സഹായിക്കുവാനും വേണ്ടിയാണ്. നാം നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ അവരനുഗ്രഹിക്കപ്പെടുന്നു. ഒപ്പം ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും നമ്മുടെ കഴിവുകൾ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. മൂന്നാമതായി, അറിവുകൾ. അറിവ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് പല വിധത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് നൽകിയിരിക്കുന്ന അറിവുകൾ അറിവില്ലാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരിലേക്കും പകർന്നു കൊടുക്കുക. ആത്മീയ അനുഗ്രഹങ്ങൾ, അറിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വചനം പ്രഘോഷിക്കുവാനുള്ള കഴിവുകൾ, ദൈവത്തെ പാടി സ്തുതിക്കുവാനുള്ള കഴിവുകൾ, പ്രാർത്ഥിക്കുവാനുള്ള കഴിവുകൾ, ഇതൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹമുള്ളതായിത്തീരും. അനേകരെ ആത്മീയമായി വളരുകയും ചെയ്യും. ദൈവം നൽകിയ കഴിവുകളെ ഉപയോഗപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതവും അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.